നമസ്കാരം, ഞാൻ ദിൽന മധു. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വരവ് ചിലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേടെന്ന് ഹൈക്കോടതി. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത്. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത 2 കോടി തിരിച്ചടച്ചില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ? ഇല്ല, ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നതാണ് ഇതിന്റെ കണക്കുകൾ അത് വളരെ ഷാർപ്പായിരിക്കണം, വളരെ കൃത്യമായിരിക്കണമെന്ന്. പക്ഷേ ആ കണക്കുകൾ ഇപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുണ്ട്. അതിൽ വൻ പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ തന്നെ കണ്ടെത്തൽ. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി മറ്റൊരു ഓഡിറ്റ് വിഭാഗമായ ഒരു പ്രൈവറ്റ് ഓഡിറ്റ് ഏജൻസിയാണ് ആ കണക്കുകൾ നൽകിയിട്ടുള്ളത്. ആ കണക്കുകൾ ഇന്ന് കോടതിക്ക് മുമ്പാകെ സീൽഡ് കവർ ലഭിച്ചു. കോടതി അത് പരിശോധിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ആ ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ്. ബില്ലും അതോടൊപ്പം തന്നെ സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. പരിപാടിക്ക് എത്തിയവർക്ക് പ്രസാദം നൽകിയത്, അതായത് ഈ അപ്പം, അരവണ പോലുള്ള വസ്തുക്കൾ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു കണക്കും ഈ എക്സൽ ഷീറ്റിൽ ഒരിടത്തും കാണാനില്ല. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് 150 കിടക്കുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 100 കിടക്കകളുടെ കാര്യം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 50 കിടക്കകൾ കാണാനില്ല. 10,73,000 രൂപയാണ് ഇതിന് കണക്കായി വകയിരുത്തിയത്. പക്ഷേ ആ കണക്കും ലഭ്യമല്ല എന്ന് ദേവസ്വം ബോർഡ് നൽകിയ കണക്കിൽ അതും മനസ്സിലാകുന്നില്ല. ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത 2 കോടി തിരിച്ചടച്ചിട്ടില്ല. ആദ്യം തന്നെ പറഞ്ഞതാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പണം എടുക്കില്ല എന്ന്. പക്ഷേ അങ്ങനെ 2 കോടി ലഭിച്ചിട്ടും ആ പണം തിരിച്ചടക്കാനുള്ള നടപടി ഉണ്ടായിരുന്നില്ല. ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ടിയാൽ ഗുരുതരമാണെന്നും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്നും ചൂണ്ടിക്കാണിക്കുമെന്നും കോടതി പറഞ്ഞു. GST ഇനത്തിലും വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇൻപുട്ട് ക്രെഡിറ്റ് ബോർഡിന് അർഹതയുള്ളത് 1,07,00,000 രൂപയാണ്. എന്നാൽ റിട്ടേൺ ആയി കാണിച്ചിരിക്കുന്നത് 45 ലക്ഷം രൂപ മാത്രമാണ്. 61 ലക്ഷത്തോളം രൂപ ബോർഡിന്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടെന്നതിൽ വ്യക്തതയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പായി ലഭിച്ച 2 കോടി രൂപയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ലഭ്യമല്ലെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. അടിയന്തരമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റും വിശദീകരണം നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. രീതിയിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് ദേവസ്വം ബോർഡിന്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിലെ 2 പ്രതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഒളിവിലായിരുന്ന കിരൺ തോമസും സാജൻ തോമസുമാണ് കീഴടങ്ങിയത്. ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇത് ഫസ്റ്റ് ഓൺ 24 വാർത്തയാണ്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ ആദ്യ 4 പ്രതികളും പിടിയിലായതിന് പിന്നാലെയാണ് രാത്രിയോടുകൂടി മറ്റ് 2 പ്രതികൾ കൂടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. കിരൺ തോമസ്, സാജൻ തോമസ് എന്നീ പേരുകളുള്ള 2 പ്രതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇവർ 2 പേരും ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. അതുപ്രകാരം മറ്റ് 4 പ്രതികൾ കൂടി അറസ്റ്റിലായതോടുകൂടി ഈ 2 പ്രതികളും ബംഗളൂരുവിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് സ്വമേധയാ എത്തി കീഴടങ്ങുകയായിരുന്നു. നേരത്തെ തന്നെ ഈ കേസിലെ 1-ാം പ്രതിയായിരുന്ന സുബിൻ അലക്സാണ്ടറിനെയും സുബിന്റെ കൂട്ടാളി ബെർലിൻ ദാസിനെയും പോലീസ് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ ഈ പറയുന്ന ഒരു പ്രതിയെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. വരുൺ കുമാർ എന്ന് പറയുന്ന പ്രതിയെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്വേഷണ സംഘം പിടികൂടിയത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി മറ്റൊരു പ്രതിയെ റാന്നിയിൽ നിന്ന് റൊക്കൻ എന്ന് വിളിക്കുന്ന പ്രശോഭനെ കൂടി അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ 2 പ്രതികൾ കൂടി ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചതാണ്. കിരണും സാജനുമായിരുന്നു മറ്റ് 2 പ്രതികൾ. ഇവർ അല്പസമയം മുമ്പ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 6 പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഇതിനു പുറമെ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെയാണ് 1-ാം പ്രതി സുബിൻ അലക്സാണ്ടറെ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇന്ന് ഈ പ്രതിയെ സംഭവം നടന്ന സ്പായിലടക്കം എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ പ്രതികളിൽ നിന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾ ഈ കൃത്യം നടത്തിയത് നടക്കേണ്ട കാര്യങ്ങൾ പോലീസ് വളരെ വിശദമായിട്ട് ചോദിച്ചറിയുകയാണ്. നിലവിൽ 6 പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഇനി ഒരു പ്രതി കൂടിയാണ് പിടിയിലാകാനുള്ളത്. അയാളെ കൂടി വളരെ വേഗം പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യധാരയിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നു. ഇനി ഇതിന്റെ മോട്ടീവ് എന്താണ്, കൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയിലെ സൂപ്പർവൈസർക്ക് സസ്പെൻഷൻ. യാത്രക്കാരോട് മോശമായി പെരുമാറിയതിനാണ് നടപടി. മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടതോടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നടപടി. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, പറയൂ, ഏത് സാഹചര്യത്തിൽ ആണ് നടപടി, എന്താണ് വിശദാംശങ്ങൾ?
ദിൽന മധു, യഥാർത്ഥത്തിൽ ഈ ടോൾ പ്ലാസയിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തിനെതിരെ വലിയ രീതിയിലുള്ള പരാതി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പലതവണ ഉണ്ടായതാണ്. പക്ഷേ എന്നാൽ പന്തീരങ്കാവ് ടോൾ പ്ലാസ, അതായത് കോഴിക്കോട് പുതിയ നാഷണൽ ഹൈവേയുടെ ടോൾ പ്ലാസയാണ്. ആ ടോൾ പ്ലാസയിൽ കഴിഞ്ഞ ദിവസം യാത്രക്കാരോട് മോശമായ പെരുമാറ്റമുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു കയ്യേറ്റ സ്വഭാവത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നു. അങ്ങനെ ആ പരാതി ടേക്കപ്പ് ചെയ്യപ്പെടുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പൊതുമരാമത്ത് സെക്രട്ടറിയോട് നാഷണൽ ഹൈവേ അതോറിറ്റിയെ ഈ കാര്യം അറിയിക്കാനും നിർദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വൈകിട്ടോടെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വാർത്താക്കുറിപ്പ് ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നത്. ആ ഓർഡറിൽ ഈ ടോൾ പ്ലാസ അധികൃതർക്ക് ഡയറക്റ്റീവ് നൽകിയിരിക്കുന്നത് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത് ഈ പ്രശ്നമുണ്ടാക്കിയ സൂപ്പർവൈസർ, അദ്ദേഹത്തിന്റെ പേര് പുഷ്പേന്ദു ബേരെ എന്നാണ്, അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത്. NHA അതോറിറ്റി നൽകിയിരിക്കുന്നത് ഈ ടോൾ പ്ലാസ, ഒളവണ്ണ ടോൾ പ്ലാസ ഏജൻസിക്കാണ്. ഏജൻസി ഈ കോൺട്രാക്ട് ലംഘിച്ചിരിക്കുന്നു. ആ രീതിയിൽ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമായി നടപടിയുമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. 1995 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് പുതുക്കാനായി വീണ്ടും അവസരം. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. പഠന മികവുള്ള മലയാളി വിദ്യാർത്ഥികൾക്കായുള്ള ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രവി പിള്ള ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് എക്സലൻസ് സ്കോളർഷിപ്പ് നാടിന് മുതൽക്കൂട്ടാണെന്നും നാടിനുള്ള കരുതലായി ഈ പ്രഖ്യാപനത്തെ കാണുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പിനായി അടുത്ത 50 വർഷത്തേക്ക് 525 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആദ്യ ബാച്ചിലെ അർഹരായ 1500 വിദ്യാർത്ഥികൾക്കുള്ള 10 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചത്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഈ പിന്തുണ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താനും നല്ല ഭാവിയിലേക്ക് കുതിക്കാനും സഹായകരമാകുമെന്നും മുഖ്യമന്ത്രി. ഇവിടെ എത്തിച്ചേർന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഈ പിന്തുണ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താനും കൂടുതൽ നല്ല ഭാവിയിലേക്ക് കുതിക്കാനും സഹായകമാകും എന്നുകൂടിയാണ് കരുതുന്നത്. കുട്ടികളുടെ ഭാവിക്കായി ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കണമെന്ന ആഗ്രഹത്തിന്റെ സാഫല്യമാണ് ഈ നിമിഷമെന്ന് ഡോക്ടർ രവി പിള്ള പറഞ്ഞു. ഏതു നേട്ടത്തിലും മാതാപിതാക്കളെയും ജനിച്ച നാടിനെയും മറക്കരുതെന്നും അറിവും കഴിവും നാടിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്നും ഡോക്ടർ രവി പിള്ള. പ്രിയ കുഞ്ഞുങ്ങളെ, വിദ്യാധനമാണ് ഏറ്റവും വലിയ ധനം. വിദ്യാഭ്യാസം നിങ്ങളെ മാറ്റാനുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ഇന്നത്തെ നിങ്ങളുടെ പരിശ്രമങ്ങൾ നാളത്തെ നേട്ടങ്ങൾ. ഒരിക്കലും മാതാപിതാക്കളെയും ജനിച്ച നാടിനെയും മറക്കരുത്. നിങ്ങളുടെ അറിവും കഴിവും നാടിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തണം. ഡോക്ടർ രവി പിള്ള ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും സ്കോളർഷിപ്പിന്റെ അർഹത പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. എക്സലൻസ് സ്കോളർഷിപ്പ് നൽകാനുള്ള തീരുമാനം കുട്ടികൾക്ക് തീർച്ചയായും ഒരു അനുഗ്രഹമായിരിക്കും. അതൊരു വർഷത്തേക്കല്ല, 50 വർഷം. ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് കൂടി സ്കോളർഷിപ്പിന് അർഹത പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെയുള്ളത്. നാടിന്റെ വിദ്യാഭ്യാസ രംഗത്തിന് കരുത്തു പകരുന്ന പ്രഖ്യാപനമാണെന്ന് നടൻ മോഹൻലാലിന്റെ വീഡിയോ സന്ദേശം. പ്രമുഖ പ്രവാസി വ്യവസായിയും എൻ്റെ പ്രിയ സുഹൃത്തുമായ ഡോക്ടർ ബി രവിപിള്ളയുടെ നേതൃത്വത്തിലുള്ള രവിപിള്ള ഫൗണ്ടേഷനും നോർക്ക റൂട്ട്സും സംയുക്തമായാണ് ഈ ഉദാത്തമായ പദ്ധതി നടപ്പിലാക്കുന്നത്. പഠനത്തിൽ മികവ് പുലർത്തുന്ന എന്നാൽ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുക എന്ന ഈ ലക്ഷ്യം ഏറെ അഭിനന്ദനാർഹമാണ്. മാനവികതയുടെ സങ്കല്പത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കെ രാജൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി തലത്തിൽ സ്റ്റേറ്റ് സിലബസിൽ 950 പേർക്കും CBSEയിൽ 100ഉം ICSEയിൽ 50ഉം ഉൾപ്പെടെ 1100 വിദ്യാർത്ഥികൾക്ക് 50,000 രൂപയുടെയും ഡിഗ്രി 1 ലക്ഷം രൂപ വീതവും PG 1.25 ലക്ഷം രൂപ വീതവും 200 വീതം വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ 1500 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. ഓരോ വിഭാഗത്തിലും 20% സ്കോളർഷിപ്പുകൾ പ്രവാസി കേരളീയരുടെ മക്കൾക്കും 5% ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കുമാണ്
നീക്കിവച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. വാർത്താമഴ പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.